ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവ നേർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി നാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയുള്ള ബന്ധത്തിൽ അമുഖമായ ഒരു വാക്യം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവായ യേശു തൻ്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുൻപ് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു വാചകമാണ് നാം വായിച്ചത്. ഇപ്രാവശ്യം കഷ്ടത എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായി വിചിന്തനം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് ആരും ഇഷ്ടപ്പെടാത്ത, കേൾക്കുമ്പോൾ തന്നെ ദൈവജനത്തിന് ഇഷ്ടക്കേട് തോന്നുന്ന ഒരു വിഷയമാണ് കഷ്ടത. വിശ്വാസിക്ക് കഷ്ടം വരുമോ? അല്ലെങ്കിൽ ദൈവഭക്തിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് കഷ്ടതയുണ്ടാകുമോ? ഒരു വലിയ ചോദ്യമായി ഇന്നത്തെ കാലത്ത് അവശേഷിക്കുന്നു. മാത്രമല്ല, നിങ്ങൾക്ക് ഒരിക്കലും കഷ്ടത ഉണ്ടാകത്തില്ല. കഷ്ടത ശാപമാണ്, അല്ലെങ്കിൽ ശാപത്തിൻ്റെ ഭാഗമാണ് കഷ്ടത. ദൈവം കൈവിട്ടതിൻ്റെ പ്രതിഫലനമാണ് കഷ്ടത എന്നൊക്കെ പഠിപ്പിക്കുകയും വ്യാപകമായി ഉപദേശിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഭക്തന് കഷ്ടത വരത്തില്ല. ഭക്തൻ വെച്ചടി കയറ്റമാണ്. ഭക്തന് മുന്നേറ്റമേ ഉള്ളൂ എല്ലാ അർത്ഥത്തിലും. യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒരു ആശംസയായി യോഹന്നാൻ പറഞ്ഞത് ഒരു വലിയ വേദശാസ്ത്രമായി മാറ്റിയിരിക്കുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. യോഹന്നാൻ ഗായസിനോട് പറഞ്ഞ ഒരു വാക്ക്, പ്രിയനേ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായി ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞത് ഇന്ന് ഒരു വലിയ തിയോളജിയായി മാറിയിരിക്കുന്ന കാലമാണ്. യോഹന്നാൻ്റെ 3-ാമത്തെ ലേഖനം 2-ാം വാക്യം, പ്രിയനേ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉണ്ടെന്നല്ല, ആത്മാവ് ശുഭമായിരിക്കുന്നു, പക്ഷേ അവൻ സകലത്തിലും ശുഭമായി ഇരിക്കണം, സുഖമായിരിക്കണം എന്ന് യോഹന്നാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അത് യഥാർത്ഥത്തിൽ അങ്ങനെയാണെന്നില്ല. പക്ഷേ വ്യാപകമായി അതിലുപദേശമാക്കി മാറ്റി, ഒരു തിയോളജിയാക്കി മാറ്റി സമൂഹത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണത ഇന്നത്തെ കാലത്തുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ഈ ചിന്താഗതി ഉടലെടുത്തതാണ്. എന്നാൽ 50-കളായപ്പോൾ, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയായപ്പോൾ ഓൾഡോസ് അതിൻ്റെ ശക്തിയായ പ്രചാരകനായി മാറി. അദ്ദേഹം ലോകമെമ്പാടും രോഗശാന്തി ക്രൂസുകളും മറ്റും നടത്തിയിട്ട് വെൽത്ത് ഗോസ്പലിൻ്റെ അപ്പോസ്തലനായി മാറി. അതേ തുടർന്ന് അനേക സുവിശേഷകന്മാർ എഴുന്നേറ്റു. ജിം ബേക്കർ, ജിമ്മി സ്വാഗട്ട്, ബെന്നിഹീൻ, എണ്ണമറ്റ ആളുകൾ ഇതൊരു മതമായി പ്രചരിപ്പിച്ചു. എല്ലാ വിധത്തിലും ശുഭത, സാമ്പത്തികമായി മുന്നേറ്റം, കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനു പറയുന്നു, എല്ലാവരും മാലല്ല തലയാക്കും എന്ന രീതിയിൽ ഉള്ള പഠിപ്പിക്കൽ സമൂഹത്തിൽ വ്യാപിച്ചു. മാത്രമല്ല, സായിപ്പ് ഒരു കാര്യം പറഞ്ഞാൽ അതിന് തെറ്റുപറ്റത്തില്ല എന്നാണ് പൊതുവെ ധരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലുമെല്ലാം ഇതൊരു വലിയ കാട്ടുതീയായി പടർന്നു. ജനലക്ഷങ്ങൾ ഈ ഉപദേശത്തിന് അധീനരായി. അപ്പോൾ അവരെല്ലാം കണ്ടമാനം പണം കൊയ്തു, മൾട്ടി മില്യണറായി.
ദശലക്ഷങ്ങൾ സമ്പാദിച്ചു. അല്ലെങ്കിൽ ഈ ഹെൽത്ത് വെൽത്ത് ഗോസ്പൽ പറഞ്ഞ ആളുകൾ ശതകോടികളുടെ സ്വത്തിനുടമയായി. ഒന്നുമില്ലായിരുന്നവർ, ഏതുമില്ലായിരുന്നവർ വലിയ കൊട്ടാരങ്ങളും പ്രൈവറ്റ് ജെറ്റും ശതകോടികൾ സ്വത്തുള്ളവരായി മാറി. കഴിഞ്ഞിടയ്ക്ക് ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടു, ലോകത്തിലെ സമ്പന്നരായ പാസ്റ്റർമാർ എന്ന് ഒരു ചാനൽ ഞാൻ കണ്ടു. അതിന് ഞെട്ടിപ്പോയി. ആഫ്രിക്കയിലും ഇന്ത്യയിലും ആരെയും കണ്ടില്ല. അതിൽ ആഫ്രിക്കയിലും അമേരിക്കയിലും മറ്റ് പല ലാറ്റിൻ അമേരിക്കയിലും ഒക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത നില, നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത നിലയിൽ സമ്പന്നരായി തീർന്ന ആളുകളെ കണ്ടു. പ്രൈവറ്റ് ജെറ്റ്, അവർക്ക് സ്വന്തം വിമാനം. ചുരുക്കി പറഞ്ഞാൽ ഇത് മുഴുവൻ പാവങ്ങളെ വഞ്ചിച്ച് ആകാത്ത ഉപദേശം പ്രചരിപ്പിച്ച് ജനത്തെ കറക്കിയടിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയായി മാറി. എന്താണ് ഇത്? സത്യമോ? വിശ്വാസി എന്ന് പറഞ്ഞല്ലോ, വിശ്വാസി കഷ്ടത വരുന്നുവെങ്കിൽ അത് ശാപമാണ്. ഒരിക്കലും കഷ്ടത വരത്തില്ല. കർത്താവിൽ യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രനാണ്, എല്ലാ അർത്ഥത്തിലും മുന്നേറ്റമാണ്, ഒരു കുറവും വരത്തില്ല. ചുരുക്കി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ സമൂഹം മുന്നോട്ട് പോകുന്നു. എവിടെ നോക്കിയാലും ഇന്ന് അതിനും വിരുദ്ധമായ ആരെങ്കിലും പ്രസംഗിച്ചാൽ അവരെ ദുരുപദേഷ്ടാവായി മുദ്രയിടുന്ന അവസ്ഥയുമാണ്. എന്നാൽ വാസ്തവത്തിൽ അതാണോ സത്യം? ദൈവവചനം എന്തു പറയുന്നു? ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നാം ദൈവവചനത്തിൽ കാണുന്ന ഒരു വസ്തുതയാണ് കഷ്ടത യാഥാർത്ഥ്യമാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ആദാമിനോടും ഹവ്വയോടും ദൈവം പറഞ്ഞ, അല്ലെങ്കിൽ അവരുടെ വീഴ്ചയ്ക്ക് ശേഷം അവരോട് പറഞ്ഞത് അവിടെ കാണും. ഹവ്വയോട് പറഞ്ഞു, ഞാൻ നിനക്ക് കഷ്ടതയും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. ആ വാക്യം തന്നെ വായിക്കാം. സ്ത്രീയോട് കൽപ്പിച്ചത്, നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആയിരിക്കും. അവൻ നിന്നെ ഭരിക്കും. 17-ാം വാക്യം, മനുഷ്യനോട് കൽപ്പിച്ചതോ, നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്യുക കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. വീഴ്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ആദാമിനോട് ദൈവം കൽപ്പിക്കുകയാണ്. ആദാമിനോട് മാത്രമല്ല ഹവ്വയോടും ദൈവം കൽപ്പിക്കുകയാണ്, നിനക്ക് കഷ്ടതയുണ്ടാകും. അപ്പോൾ ഏതിനിൽ തന്നെ ദൈവകൽപ്പന ലംഘിച്ച ഉടനെ ദൈവം അവരോട് പറഞ്ഞതാണ്, നിനക്ക് കഷ്ടതയുണ്ടാകും. ആയുഷ്കാലം മുഴുവൻ, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. അപ്പോൾ ഇതിനൊരു അറുതിയുണ്ടോ? ഉണ്ട്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 5-ാം വാക്യത്തിൽ, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്നല്ല ചെയ്തു. അല്ലെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയും അതിലുള്ള എല്ലാം, ഇന്നത്തെ ഭൂമി അഗ്നിഗിരിയായി നീക്കപ്പെട്ടതിന് ശേഷം പുതിയ ആകാശം സൃഷ്ടിച്ചിട്ട്, പുതിയ ഭൂമി സൃഷ്ടിച്ചിട്ട് ദൈവം പറയുന്നു, ഇനി കഷ്ടമുണ്ടാകത്തില്ല. അപ്പോൾ ഈ ഭൂമിയിൽ കഷ്ടത ഉണ്ടാകുമെന്ന്, കഷ്ടതയുണ്ടെന്ന്
ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നു. ഞാൻ വായിച്ചല്ലോ, ഉൽപ്പത്തി 3 തുടങ്ങി വെളിപ്പാട് 21 അത് പറയുന്നവരെ സൂചിപ്പിക്കുന്നവരെ ഈ ഭൂമിയിൽ മനുഷ്യന് കഷ്ടതയുണ്ട്. അതിന് യാതൊരു മാറ്റവുമില്ല. ഏത് ഉപദേഷ്ടാവ് ഏത് നിലയിൽ എഴുന്നേറ്റ് പഠിപ്പിച്ചാലും വിശ്വാസി കഷ്ടതയിൽ നിന്ന് ഒഴിവുള്ളവൻ അല്ല. അതാണല്ലോ യോഹന്നാൻ സുവിശേഷം 16 വാക്യത്തിലെ വാക്യം ഞാൻ ആമുഖമായി വായിച്ചത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കർത്താവ് ഞാനത് മാറ്റിയെന്ന് പറഞ്ഞില്ല, പക്ഷേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ മാത്രം പുസ്തകത്തിലുടനീളം നാം കാണുന്ന ഒരനുഭവമാണ് കഷ്ടത. ഭക്തന്മാർക്ക് കഷ്ടത വരും, ചിലർക്ക് പ്രാപ്തിക്ക് മേലെ വരും. അത് വേറൊരു വിഷയമാണ്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് സമയം ലഭിക്കുന്നെങ്കിൽ വേറെ വിടിയായി തന്നെ ചെയ്യാം. ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പഠിപ്പിച്ചതാണ്, വിശ്വാസിക്ക് പ്രാപ്തിക്ക് മേലെ കഷ്ടമുണ്ടാകുമോ? ഉണ്ടാകാം. ദൈവത്തിനെ അഭ്യസിപ്പിച്ചാണ് അതിപ്പോൾ ചിന്തിക്കുന്നില്ല. ഇന്ന് നമുക്ക് ഈ കഷ്ടത ഭക്തന്മാർക്കുണ്ടാകുമോ? ഉണ്ടാകും. പൗലോസ് പറഞ്ഞത് തീമോഥെയോസിനോട് അവൻ പറഞ്ഞു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവം ഉണ്ടാകും. പഴയ നിയമത്തിൽ പ്രധാന വ്യക്തികളെ നോക്കിയാൽ നാം കാണുന്നത് എന്താണ്? യോസഫിനെ എടുക്കാം. അതിൻ്റെ 17-ാമത്തെ വയസ്സിൽ സഹോദരന്മാർ അവനെ പിടിച്ച് പൊട്ടക്കണ്ടിട്ടു. അവരവനെ പകച്ചു. തുടർന്ന് 30-ാമത്തെ വയസ്സിലാണ് അവൻ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഫറവോനെ പ്രധാനമന്ത്രിയാക്കുന്ന മിസ്രൈമിൻ്റെ. ആ 13 വർഷവും വിവിധ നിലകളിൽ അവൻ കഷ്ടമനുഭവിച്ചു. ദൈവനോട് കൂടി ഇരുന്നു എന്നുള്ളത് ശരി. അവൻ ചെയ്യാത്ത കുറ്റം ചുമത്തി അവനെ അടിമയായി വിറ്റു. അവിടെ പോയിടത്തും അവൻ പല കാര്യങ്ങളിലും നന്നായി ചെയ്തെങ്കിലും അവൻ ചെയ്യാത്ത കുറ്റം ചുമത്തി, ആയുസിൽ മാറാത്ത കുറ്റം ചുമത്തി അവനെ ജയിലിലടച്ചു. തടവറയിൽ വർഷങ്ങൾ കഴിഞ്ഞു. അവിടെയും ദൈവനോട് കൂടുന്നതുകൊണ്ട് അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു. ഒടുവിൽ ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ 30-ാമത്തെ വയസ്സിലാണ് അവനൊരു മോചനം ഉണ്ടാകുന്നത്. ഇത്രയും നാൾ വീട്ടിൽ നിന്നാകുന്ന പിതാവിനെ കാണാതെ സഹോദരന്മാർ കൈവിടപ്പെട്ട് അടിമയായി വിറ്റവൻ, ചുരുക്കി പറഞ്ഞാൽ എന്തെന്ന് പറയുന്നു, അതികഠിനമായ തടവറയിൽ അതികഠിനമായ കഷ്ടത അവൻ അനുഭവിച്ചു. പക്ഷേ ശേഷം ചരിത്രം. മോശ എബ്രായനം 11-ാം അധ്യായത്തിൽ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം അവൻ എണ്ണുമാർ ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു എന്ന് കാണാം. മോശ 40-ാമത്തെ വയസ്സിൽ മിസ്രൈമിനെ കൊന്നവുമായുള്ള ബന്ധത്തിൽ ഒരു ദിവസം അന്ന് ആരും അറിഞ്ഞില്ലെങ്കിൽ പിറ്റേ ദിവസം പ്രശ്നമുണ്ടായപ്പോൾ അത് മറ്റുള്ളവർ അറിഞ്ഞു. അവൻ ഭയന്ന് ഓടിപ്പോയി. പിന്നെ അവന് കിട്ടിയത് പ്രൊമോഷനല്ല, 40 വർഷം അവൻ മരുഭൂമിയിൽ ആട് മേയ്ക്കേണ്ടി വന്നു. അവൻ്റെ രാജസ്ഥാനത്ത് ഈ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് രാജകീയ പ്രൗഢിയിൽ കഴിഞ്ഞവൻ വെറും ആട്ടിടയനായി മാറി. 40 വർഷം അങ്ങനെ പോയി. പിന്നീടാണല്ലോ ഹോരേബിൽ അവൻ്റെ ദൈവം അവനെ സന്ദർശിക്കുകയും അവനെ പിന്നീട് ഇസ്രായേലിൻ്റെ വിമോചകനായി മാറുകയും ചെയ്ത ദൈവികമായ നിയോഗം. അപ്പോഴും അവന് എടുക്കാൻ വയ്യാത്ത ഭാരമുണ്ടായിരുന്നു. കാരണം അവനൊരിക്കൽ പ്രാർത്ഥിച്ചല്ലോ, ദൈവം ഇത് കർത്താവേ ജീവൻ എടുക്കണേ, എനിക്ക് ഒറ്റയ്ക്ക് എല്ലാത്തിനെയും വഹിക്കാൻ വയ്യ. കാരണം 30 ചെല്ലുവാന 35 ലക്ഷത്തോളം ജനത്തെ 40 വർഷം, അതും അച്ചടക്കവും മര്യാദയും ഉള്ളവരെ അല്ലല്ലോ, പിറുപ്പിറുപ്പുകാരെ, ആവലാതി പറയുന്നവരെ 40 വർഷം മരുഭൂമിയിൽ നടത്തുവാൻ ദൈവം ഉപയോഗിച്ചത് അവനെയാണല്ലോ. അപ്പോൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വളരെ കഷ്ടത അനുഭവിച്ചു. ദൈവത്തോടുകൂടെ കഷ്ടമനുഭവിക്കാൻ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ
അവൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ്. യോബിൻ്റെ ജീവിതത്തിലോ, യോബ് 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തീപ്പൊരി മേലെ പറക്കുന്ന പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. തീപ്പൊരി മേലെ പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. നോക്കണം, തീപ്പൊരി ഉയരെ പറക്കുന്ന പോലെ മനുഷ്യൻ ജനിച്ച കഷ്ടതയ്ക്കായി. ഏറ്റവും വലിയ വിശുദ്ധൻ, അന്നത്തെ ലോകത്തിൽ ഏറ്റവും വലിയ വിശുദ്ധൻ, ഏറ്റവും വലിയ ഭക്തൻ, ഏറ്റവും വലിയ സമ്പന്നൻ. പക്ഷേ അവസാനം അതികഠിനമായ കഷ്ടതകൾ കടന്നുപോയി. മക്കൾ നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, ഭാര്യ തള്ളിപ്പറഞ്ഞു, അവൻ്റെ സ്നേഹിതന്മാരെല്ലാം കുത്തുവാക്കുകൾ കൊണ്ട് അവനെ വേദനിപ്പിച്ചു. ഇതൊന്നും കഷ്ടതയല്ലേ? യാക്കോബ് പറയുന്നത്, യോബിൻ്റെ കഷ്ടത നിങ്ങൾ കേട്ടും കർത്താവ് അവസാനം കണ്ടുപിടിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അവനും വളരെ കഷ്ടത അനുഭവിച്ചു. ദാവീദ് 30 വയസ്സ് വരെ, 30ാമത്തെ വയസ്സിലാണല്ലോ അവൻ രാജാവായത്. 30 വയസ്സ് വരെ എണ്ണമറ്റ കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയി. 34-ാം സങ്കീർത്തനത്തിൽ അവൻ പറഞ്ഞു, ഞാൻ യഹോവയോട് നിലവിളിച്ചു, എൻ്റെ സകല കഷ്ടങ്ങളും എന്നെ വിടുവിച്ചു. അപ്പോൾ ദാവീദ് സങ്കീർത്തനങ്ങൾ പലതും കഷ്ടതയെ സൂചിപ്പിക്കുന്നതാണല്ലോ, കഷ്ടതയുടെ വെളിച്ചത്തിൽ എഴുതുന്നതാണല്ലോ. 46-ാം സങ്കീർത്തനം, ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, കഷ്ടത ശാപമെങ്കിൽ അതെങ്ങനെയാണ് ശരിയാകുക ഈ വാക്യം? അപ്പോൾ ദൈവവാനത്തിൽ തെറ്റുണ്ടെന്ന് പറയണ്ടേ? ദൈവം ആ വാക്യം തന്നെ എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ. ദൈവം നമ്മുടെ സംഗീതം, 1-ാം വാക്യമാണ്, ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കഷ്ടങ്ങൾ ദൈവം ശാപമാണ്. കഷ്ടത ശാപമാണെങ്കിൽ, കഷ്ടത ദൈവം കൈവിട്ടതാണെങ്കിൽ, ദൈവം ദ്വേഷിച്ചതാണെങ്കിൽ, ഭക്തന്മാരെ കൈവിട്ടതിൻ്റെ ലക്ഷണമാണെങ്കിൽ ഈ വാക്യം എങ്ങനെയാണ് ശരിയാകുക? കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. 119-ാം സങ്കീർത്തനത്തിൽ വേറെ രീതിയിലാണ്, നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. പ്രവാചകനായ യിരെമ്യാവ്, അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ കഷ്ടതയായിരുന്നു. ഏതാണ്ട് 40-45 വർഷമെങ്കിലും യിരെമ്യാവിൻ്റെ ശുശ്രൂഷ നീണ്ടു നിന്നു എന്ന് ചിന്തിക്കാം. ആ കാലത്തിനിടയ്ക്ക് കഷ്ടത മാത്രമേ ഉള്ളൂ. വധശ്രമം, തടവറ, അവഗണന, മർദ്ദനം, നിന്ന, ഇങ്ങനെ വിവിധങ്ങളായ ഉപദ്രവങ്ങൾ, ചങ്ങല, കാരാഗൃഹവാസം, എന്തെല്ലാം. യിരെമ്യാവ് അതെല്ലാം സഹിച്ചു. ദാനിയേൽ ചുവപ്പെട്ടിരുന്നു എന്ന് കാണുമ്പോൾ തന്നെ സുമുഖ ഗുഹയിൽ വീഴേണ്ടി വന്നു. സുമുഖ ഗുഹയിൽ ഇട്ടത് സുഖവാസത്തിനല്ലല്ലോ, എൻ്റെ ജീവിതത്തെ ഇതിനോടെ അവസാനിപ്പിക്കണം എന്ന് കരുതിയാണല്ലോ. 122 പ്രധാന ഉദ്യോഗസ്ഥന്മാർ അവനെതിരായി, ഭരണതലത്തിൽ ഉന്നതതലത്തിലുള്ള എല്ലാവരും അവൻ്റെ ശത്രുക്കളായി. എസെക്കിയേൽ എന്തിനു പറയുന്നു, ഇതുപോലെ എത്ര പഴയ നിയമഭക്തന്മാർ ഭൂരിപക്ഷവും കഷ്ടത അനുഭവിച്ചു കാണാം. യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിൽ, ഞാൻ നിന്നെ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളിയെപ്പോലെ എല്ലാതാനും കഷ്ടതയുടെ ചൂളയിലാകുന്നു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചത് എന്ന് കാണാം. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവഭക്തിയിൽ ഭക്തന്മാരായ ദൈവത്തോട് അടുത്ത് ജീവിച്ച സകലർക്കും കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. പുതിയ നിയമത്തിലോ ഫിലിപ്പിയരോട് പൗലോസ് പറഞ്ഞു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ പൗലോസിന്റെ ലേഖനങ്ങളിലെല്ലാം കഷ്ടതയെക്കുറിച്ച് തെളിവായി പറയുന്നല്ലോ.
തെസ്സലോനിക്കരോട് പറഞ്ഞു, നാം കഷ്ടം അനുഭവിക്കേണ്ടി വരും എന്ന് ഞങ്ങൾ മുൻപ് കൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. ചുരുക്കി പത്രോസ് ലേഖനത്തിൽ വ്യക്തമായതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസത്തിലും ഭക്തനായി ജീവിച്ചാലും എണ്ണമറ്റ ഉപദ്രവങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. ഇന്നും ഈ പ്രോസ്പെരിറ്റി പറയുന്ന ആളുകളുള്ളപ്പോൾ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല രാജ്യങ്ങളിൽ ദൈവത്തെ സത്യവിശ്വാസത്തിന് വേണ്ടി ജീവിക്കാൻ അവർക്ക് എന്തുമാത്രം പ്രതികൂലങ്ങളെ നേരിടേണ്ടി വരുന്നു. എണ്ണമറ്റ കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുന്നല്ലോ. ദാരിദ്ര്യത്തിൽ, പട്ടിണിയിൽ, വേദനയിൽ, ദുഃഖത്തിൽ, തടവിൽ, മർദ്ദനം, എന്തെല്ലാം. ഭാരതത്തിൽ തന്നെ ക്രിസ്തീയ അല്ലെങ്കിൽ സത്യവിശ്വാസം മുറുകെ പിടിക്കുന്നതുകൊണ്ട്, ദൈവവചനം മുറുകെ പിടിക്കുന്നതുകൊണ്ട് എണ്ണമറ്റ പീഡകൾ കൂടെ ദൈവവചനം കടന്നു പോകുന്നില്ലേ? അമേരിക്കൻ പശ്ചാത്തലത്തിൽ ഉടലെടുത്ത ഒരു വൈദ്യശാസ്ത്രത്തെ ഇടംവലം നോക്കാതെ വിഴുങ്ങി ലോകത്തിന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതിലേ നാം കാണുക. അപ്പോൾ കഷ്ടതയുടെ ഉദ്ദേശമെന്ത്? വിശ്വാസി കഷ്ടത സഹിക്കേണ്ടി വരുമോ? കഷ്ടതയിൽ എന്ത് ചെയ്യണം? കഷ്ടത കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ കാര്യങ്ങൾ തുടർച്ചയായി ചിന്തിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. കർത്താവ് സഹായിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു 5 വീഡിയോ വഞ്ചിക്കപ്പെട്ടതെന്ന വിഷയത്തിൽ ചെയ്തതുപോലെ ഇതിനെക്കുറിച്ച്, കഷ്ടതയെക്കുറിച്ചും തുടർച്ചയായി ചില കാര്യങ്ങൾ വിചിന്തനം ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ വാസ്തവത്തിൽ ദൈവഭക്തരായി ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ദൈവം നിയമിച്ചതാണ് കഷ്ടത. ജഡത്തിൽ അല്ലെങ്കിൽ പാപശരീരത്തിൽ ആദാം അനുസരണക്കേട് കാണിക്കുന്നതിന് മുൻപ് അവന് കഷ്ടതയില്ലായിരുന്നു. എന്നാൽ അനുസരണക്കേട് കാണിച്ച് അവൻ ദൈവതയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പാപജടമായപ്പോൾ മുതൽ അവന് കഷ്ടത ആരംഭിക്കുന്നു. അത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമായി, അല്ലെങ്കിൽ നിത്യതയിൽ, ഭാവികാല നിത്യതയിൽ അത് അവസാനിക്കുന്നു. അവിടെ കഷ്ടതയില്ല, കണ്ണുനീരില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലം ഇല്ല. നമ്മുടെ ശ്വാസം പോകുന്നവരെ വിവിധ തലത്തിലുള്ള കഷ്ടതകളെ നാം നേരിടേണ്ടി വരും. അതെന്തുകൊണ്ടാണ്? കർത്താവിന് വെച്ചാൽ പിന്നാലെ ചിന്തിക്കാം. വിശ്വാസിക്ക് എന്തുകൊണ്ടാണ് കഷ്ടത ഉണ്ടാകുന്നത്? അതിന് പരിഹാരമുണ്ടോ? ജീവിതകാലം മുഴുവൻ കഷ്ടത ഉണ്ടായിരിക്കുമോ? കഷ്ടത കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? കഷ്ടത വരുമ്പോൾ നാം വിശ്വാസി എന്ത് ചെയ്യണം? ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതെല്ലാം നന്നായി പറയുന്നു. പൗലോസ് തീമോഥെയോസിനോടും പറഞ്ഞത്, തീമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ അപ്പോൾ അവനോട് പറഞ്ഞത്, ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്ക. അപ്പോൾ പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലും അതുമാത്രമല്ല, കർത്താവായ കഷ്ടത അനുഭവിക്കുന്നതിൻ്റെ മകുടോദാഹരണമാണ്. പൗലോസ് പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ കുറവായുള്ളത് എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. പത്രോസ് പറഞ്ഞു, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചിരിക്കാൻ നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ കുറവായ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ജഡത്തിൽ നമ്മുടെ രക്ഷാനായകൻ എബ്രാഹിം ലേഖനത്തിൽ വ്യക്തമായി പറഞ്ഞു, നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തം. മാത്രമല്ല, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. നമുക്ക് ആ യേശു കഷ്ടം സഹിച്ചു. നാം ആ കഷ്ടതയുടെ പാത തിരഞ്ഞെടുക്കണം. വേറൊരർത്ഥത്തിലാണ് കർത്താവ് പറഞ്ഞ, ഒരുത്തൻ എൻ്റെ പിന്നാലെ ഒരു അനുസരിച്ചാൽ അവൻ താൻ ജയിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ദൈവമക്കൾക്ക് അല്ലെങ്കിൽ ഭക്തന്മാർക്ക്, ദൈവഭക്തിയിൽ ജീവിക്കുന്നവർക്ക് ദൈവം വച്ചിരിക്കുന്നതാണ്
കഷ്ടത. മാത്രമല്ല, ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യകരമായ അനുഭവം ഏതാണെന്നറിയാമോ? ദൈവ സാമീപ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്നറിയാമോ? കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ. 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞിരുന്നല്ലോ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടോടിരിക്കുന്നല്ലോ. ദൈവ സാമീപ്യം ആരും കാണാത്ത സമയത്തും ദൈവ സാമീപ്യം കൂടുണ്ട്. 47-ാം സംഘം ഞാൻ വായിച്ചു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തൂണ, ദൂരെയല്ല, ഏറ്റവും അടുത്ത തൂണ. നമുക്കുള്ള കുഴപ്പം അതിനെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആരംഭത്തിലേ പറഞ്ഞല്ലോ, ആർക്കും ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്. പക്ഷേ ദൈവത്തിലെ സത്യമായി വിശേഷിക്കുന്നു. അതുകൊണ്ട് കഷ്ടതയെക്കുറിച്ച് കർത്താവ് വരാൻ താമസിച്ചാൽ 2-3 വീഡിയോ കൂടെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഷ്ടത ശാപമല്ല, കഷ്ടത അനുഗ്രഹമാണെന്ന് അതിനോട് മനസ്സിലാകും. എണ്ണമറ്റ ദൈവജനത്തെ വളച്ച് വഞ്ചിച്ച് ഈ ലോകത്തിൽ അതൊന്നും നേടുവാൻ അവരെ ചിന്താഗതിയും വികലമാക്കി ലോകത്തിലെ നേരെ തിരിച്ച് ദൈവത്തിൽ നിന്ന് അവരെ അകറ്റിക്കളയുന്ന ഈ സിദ്ധാന്തത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണെന്ന് എനിക്കറിയാം. ജനലക്ഷങ്ങൾ ഇതിൻ്റെ പുറകെ ഓടിക്കൊടുന്നു. പ്രോസ്പെരിറ്റി, നീ വാലല്ല തലയാകും. ദൈവജനമേ, അത് വലിയ അപകടമാണ്. ഇവിടെ ഒന്നും തലയാക്കാൻ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, പിന്നെയോ തനിക്കായി ഒരുക്കി തൻ്റെ സ്ഥലത്തിൽ കൊണ്ടു നിർത്താനാണ്. അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് കഷ്ടത. ആകയാൽ കർത്താവ് അനുഭവിച്ചാൽ പിന്നാലെ നമുക്ക് ചിന്തിക്കാം. കഷ്ടത നിയമിക്കപ്പെട്ടിരിക്കുന്നു, കഷ്ടം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് കഷ്ടം അനുഭവിക്കാൻ പറ്റില്ല എന്ന് താൻ പറഞ്ഞാൽ, എനിക്കത് വയ്യാന്ന് പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം എബ്രാഹിം തന്നെ പ്രയോഗം അനുസരിച്ച് എല്ലാവരും അതിനെ ബാലശിക്ഷയെന്ന് അവിടെ പറഞ്ഞ്, എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ മക്കളല്ല കൗലടയന്മാരത്രേ. ഇന്ന് ധാരാളം വലിയൊരു കൂട്ടം വീണ്ടും ജനിച്ചെന്ന് പറയുന്ന കൗലടയന്മാരെ കൊണ്ട് നിറഞ്ഞ സമൂഹത്തിൽ സത്യത്തെ അനുസരിച്ച്, സത്യത്തെ ഉൾക്കൊണ്ട്, സത്യത്തിനൊത്തവണ്ണം ജീവിപ്പാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, എനിക്കേൽപ്പെട്ട സമയത്തിനായ സ്തോത്രം. കഷ്ടത എന്ന വിഷയത്തെക്കുറിച്ച്, കഷ്ടതയുടെ ഉത്ഭവത്തെക്കുറിച്ചും എന്നവസാനിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ചിന്തിപ്പാൻ ഞങ്ങൾക്കിടയായല്ലോ. അങ്ങ് വച്ചിരിക്കുന്ന ഈ പാത തട്ടിക്കളയാതെ സന്തോഷത്തോടെ സ്വീകരിച്ച്, അതിനാൽ അനുഗ്രഹം പ്രാപിച്ച്, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ച് അങ്ങിൽ തികഞ്ഞവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുമാത്രമല്ല, ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയാൽ അത് ഞങ്ങൾക്ക് കുറേക്കൂടെ പ്രോത്സാഹജനകമായിരിക്കും. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.